കഥാവശേഷ സിനിമയിലെ കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എന്നുള്ള പാട്ട് കേട്ടിട്ടില്ലേ? ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ചിലരുടെയൊക്കെ ധാരണ എന്തായിരുന്നു എന്നറിയോ? ആ പാട്ടില് ഈ പി ജയചന്ദ്രനും കൂടെ പാടിയിട്ടുള്ളത് ഇന്ദ്രൻസുമാണെന്നാണ്. പക്ഷെ എന്നാ ഇന്ദ്രൻസിന്റെ ശബ്ദമല്ല. ഇന്ദ്രൻസിന്റെ ശബ്ദമായിട്ട് വളരെയധികം സാമ്യത വരുന്ന രീതിയിലാണ് നമ്മുടെ വിദ്യാധരൻ മാസ്റ്റർ ആ പാട്ട് പാടിയിട്ടുള്ളത്. ഇനി ഈ പാട്ടിന്റെ അർത്ഥതലങ്ങളിലേക്ക് പോയാൽ തുടങ്ങുന്നത് കണ്ണുനട്ട് കാത്തിരുന്നിട്ടും എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം പറയുന്നത് മോഷണം മുതൽ നഷ്ടപ്പെട്ടു പോയ കള്ളൻ, അതായത് ഇന്ദ്രൻസിന്റെ അവസ്ഥയെ കുറിച്ചിട്ടാണ്. ഇനി അടുത്ത വരികളുടെ അർത്ഥം നമുക്ക് നോക്കാം. അത് രണ്ടുപേരുടെ ദുഃഖങ്ങളെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്നാമത്തെ ദുഃഖം കള്ളന്റെ ജീവിത സാഹചര്യത്തെ കുറിച്ചും, രണ്ടാമത്തെ ദുഃഖം അതിലെ ദിലീപിന്റെ കഥാപാത്രത്തിന്റെ ദുഃഖത്തെ കുറിച്ചിട്ടുമാണ്. അത് ഓർമ്മകൾ എപ്പോഴും എല്ലാവർക്കും വളരെ നിറം ഉള്ളതായിരിക്കണം എന്നില്ല. അതിലൊരുപാട് ദുഃഖത്തിന്റെ എലമെന്റ്സും ഉണ്ട്. അപ്പോ നമുക്ക് ആദ്യം കള്ളന്റെ ദുഃഖത്തിലേക്ക് പോകാം. വിളമ്പിയ പൈമ്പാൽ എന്നോർത്ത് ഞാൻ അമ്പിളിക്കിണ്ണത്തെ കൊതിച്ചിരുന്നു. ഇതില് ഇന്ദ്രൻസിന്റെ കഥാപാത്രത്തിന്റെ ദാരിദ്ര്യത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. മാത്രമല്ല അതിനടുത്ത വരികൾ അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഭക്ഷണത്തിനകത്ത് അമ്മയുടെ കണ്ണുനീരും തിളച്ചിരുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അമ്മ ശരീരം വിൽക്കേണ്ടി വന്നിരുന്നു അമ്മയ്ക്ക് ദാരിദ്ര്യം കൊണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത്. അത്രയും നിറമില്ലാത്ത ജീവിതമായിരുന്നു. അതുകൊണ്ടാണ് തന്റെ ജീവിത സാഹചര്യം കൊണ്ട് താൻ കള്ളനാകേണ്ടി വന്നത് എന്നാണ് ഈ വരികൾ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് അവസാന വരികളിലേക്ക് നോക്കാം. അവസാന വരികൾ പറയുന്നത് ദിലീപിന്റെ ദുഃഖമാണ്. ദിലീപിന് വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്ന ആ പെൺകുട്ടി അവനെ വിട്ട് മറ്റൊരാളെ കല്യാണം കഴിച്ചു പോവുകയാണ്. അവന്റെ ദുഃഖവും അത് മാത്രമല്ല അതിനെ വിഷ്വൽസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അവസാന ഭാഗത്ത് കാണിക്കുന്നത് അവൻ സ്നേഹിച്ചിരുന്ന ശ്രീരവി എന്ന പെൺകുട്ടിയുടെ ദുഃഖത്തെ. ഗിരീഷ് പുത്തഞ്ചേരി എത്ര മനോഹരമായിട്ടാണ് ഈ പാട്ടിന് വരികൾ എഴുതിയിട്ടുള്ളത്. ഇതിന് ഈണം നൽകിയിട്ടുള്ളത് നമ്മുടെ എം ജയചന്ദ്രനും പാട്ട് പാടിയിട്ടുള്ളത് പി ജയചന്ദ്രനും കൂടാതെ വിദ്യാധരൻ മാസ്റ്ററുമാണ്. വിദ്യാധരൻ മാസ്റ്ററുടെ ശബ്ദം എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ ഇന്ദ്രൻസിന് വേണ്ടിയിട്ട് മാച്ചായി പോകുന്നത്. കൂടുതൽ മ്യൂസിക് സ്റ്റോറീസിനായിട്ട് ഫോളോ ചെയ്യുക. ദിസ് ഇസ് ആർതി ഫ്രം മ്യൂസിക് സ്റ്റോറീസ്. ബൈ.